പേടിക്കണ്ട മോളെ, അച്ഛനിതിൽ വിഷം കലർത്തിയിട്ടില്ല. എന്നാലും ഒരു കാര്യത്തിൽ അച്ഛന് സന്തോഷമുണ്ട്. എന്നെ ഒന്ന് കൊന്നു തന്ന് എന്ത് വേണമെങ്കിലും അയക്കുമെന്ന് പറഞ്ഞപ്പോ എന്റെ മോളത്തിന് തയ്യാറായല്ലോ. സന്തോഷം. ഓരോരോ മാരണങ്ങൾ കേറി വന്നോളും മനുഷ്യന്റെ സമാധാനം കളയാനായിട്ട്. ഞാൻ ആ മഹേശ്വരിയുടെ കാര്യ ഗംഗ പറഞ്ഞത്. അവക്ക് എന്നോടുള്ള ചൊരുക്ക് തുടങ്ങിയതേ ഇന്നും ഇന്നലെയൊന്നും അല്ല. ഇതാരാ? ഹലോ. എനിക്കറിയില്ല ആന്റി. ഇതെന്താ സത്രോ? Within 2 days I will come back. ആ ശരി ശരി, ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം. ഓക്കേ. ഹലോ ഹലോ ഹലോ. അതെ, ഇതെന്താ സത്രോ? ആരാ? എവിടുന്നാ? അല്ല, ഇവിടെ ആളിരിക്കുന്നത് കണ്ടില്ലേ നിങ്ങള്? ചോദിക്കാൻ വേണ്ട, പറയേം വേണ്ട, ചുമ്മാ അങ്ങ് കയറി പോവാ. സോറി മാഡം, ഫോണിലായി പോയി. എന്റെ പേരാണ് ചോദിച്ചെങ്കിൽ ഞാൻ ഗിരീഷ് കെ മേനോൻ. ജോലി പോലീസിലായിരുന്നു, DYSP. PRS എടുത്തു. ഇവിടെ വന്നതിന്റെ ആവശ്യം ആനന്ദിനെ ഒന്ന് കാണണം, അത്രേ ഉള്ളൂ. ഇപ്പൊ ചോദിച്ചതുമായി പറഞ്ഞതുമായി. ഇനി മാഡം ആരാണെന്നൊന്ന് പറയാമോ? ഞാൻ ഈ വീട്ടിലെ ഗൃഹനാഥ, തൃച്ചംബരത്ത് വിലാസിനി. സന്തോഷം. ഓ, ഇത് ഗംഗ. Am I right? എന്റെ പേരെങ്ങനെ? സിൽക്കി ഗംഗ. ഹലോ. അയാള് പോയി. എന്റെ പേര് അയാൾക്ക് എങ്ങനെ അറിയാം? അതാണ് പോലീസ് ബുദ്ധി. ഒറ്റ നോട്ടത്തിൽ പേരും നാളും ഒക്കെ അവർ മനസ്സിലാക്കും. ഹലോ മിസ്റ്റർ ആനന്ദ്. സർ, വരൂ വരൂ. ഹലോ. ഹലോ സർ, വെൽക്കം. ഇരിക്കൂ. താങ്ക് യു. ഞാനിങ്ങോട്ട് കയറി വരുന്ന വഴിക്ക് നമ്മുടെ കഥാപാത്രത്തെ കണ്ടു. ആരെ? ഗംഗയെ. ആദ്യം എന്നെ ശ്രദ്ധിച്ചതേ ഇല്ല. ഞാൻ DYSP ആണെന്ന് പരിചയപ്പെടുത്തിയപ്പോ അവളുടെ മുഖത്തുണ്ടായ ഞെട്ടൽ, അത് ഞാൻ ശ്രദ്ധിച്ചു. അവളോട് ഞാൻ അങ്ങോട്ട് ഗംഗയല്ലേന്ന് ചോദിച്ചപ്പോ അവളൊന്ന് ഞെട്ടി. ആ കണ്ണുകളിൽ അവളുടെ ക്യാരക്ടർ വ്യക്തമാണ്. അവള് ജാതകം തിരുത്തി ഈ കല്യാണത്തിന് ഒരുങ്ങിയ ലക്ഷ്യം അറിയണം. കല്യാണത്തിന് ഇനി കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ.
അതിനു മുമ്പ് തെളിവ് സഹിതം അമ്മയെ ബോധ്യപ്പെടുത്തണം. എങ്കിലേ അമ്മ ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറും. ഓ തീർച്ചയായും. എത്രയും വേഗം ഗംഗ ആരാണെന്നും അവൾ ഈ തൃച്ചംബരത്ത് വന്നതിന്റെ ലക്ഷ്യം എന്താണെന്നും കണ്ടെത്താം. അതിനുവേണ്ടി മാത്രമാണ് ഞാനിപ്പോ കേരളത്തിലേക്ക് വന്നത് തന്നെ. ഗംഗയെക്കുറിച്ചുള്ള ഒരു ചെറിയ പിക്ചർ ഞാൻ നേരത്തെ തന്നതല്ലേ. ആനന്ദ്, ഈ കല്യാണം അല്പം കൂടി ഒന്ന് നീട്ടിവെക്കാൻ വല്ല മാർഗമുണ്ടോ? ശ്രമിച്ചാലും അത് നടക്കാൻ സാധ്യതയില്ല സർ. മാത്രമല്ല, ഇതിനോടൊപ്പം നടത്താനിരിക്കുന്ന സമൂഹ വിവാഹം മാറ്റാൻ അമ്മ ഒരിക്കലും തയ്യാറാവില്ല. അത് ചിലപ്പോ ഗുണത്തെക്കാളേറെ ദോഷമായി ഭവിച്ചേക്കാം. ഓക്കെ, ശരി. ആനന്ദ് ഉദ്ദേശിച്ചത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഏതായാലും സൂക്ഷിക്കണം. അല്ല, ഞാൻ അഖില മാഡത്തിനെ വിളിച്ച് ചെറിയൊരു സൂചന കൊടുത്താലോ? വേണ്ട സർ, വിശ്വസിക്കില്ല. പ്രത്യേകിച്ച് ഫോണിലൂടെ ആവുമ്പോ ഒട്ടും കാര്യമാക്കില്ല. ഓക്കെ ആനന്ദ്, അറിയാലോ ഞങ്ങളുടെ ജോലിയെ സംബന്ധിച്ച് കൺഫ്യൂഷൻ ടു ഫ്യൂഷൻ, ഫ്യൂഷൻ ടു ഫിക്ഷൻ, ഫിക്ഷൻ ടു ഫാക്ട്, അതാണ് ഞങ്ങളുടെ ഒരു രീതി. പിന്നെ സമയം, അതാണ് പ്രധാനപ്പെട്ടത്. എനിവേ, ഞാൻ ലേറ്റാക്കില്ല. പിന്നെ ആനന്ദ്, വരുന്ന വഴിക്ക് ഞാൻ മറ്റൊരു കഥാപാത്രത്തെ കൂടി പരിചയപ്പെട്ടു. തൃച്ചംബരത്ത് വിലാസിനി. ഇളയമ്മ. ഓ, ഇളയമ്മയായിരുന്നല്ലേ. ഗംഗയ്ക്ക് വേണ്ട ഒത്താശകളൊക്കെ ചെയ്യുന്നതും ഇളയമ്മയാണ്. ചിലപ്പോ ഗംഗ ആരെന്ന് അറിയാതെ ആവാം. മറിച്ച് അറിഞ്ഞിട്ടാണെങ്കിൽ അതാപത്താണ്. സൂക്ഷിക്കണം. എന്നാ ഞാൻ ഇറങ്ങുന്നു. എത്രയും വേഗം നമ്മൾ ഒന്നുകൂടെ മീറ്റ് ചെയ്യുന്നു. ഗംഗയെ പൂട്ടാനുള്ള എല്ലാ തെളിവോടും കൂടി. ഓക്കെ? ഓക്കെ സർ. അതാണ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. അമ്മേ, എല്ലാം റെഡിയാണ്. 50 പേർക്കുള്ള കസവുമുണ്ടും ഷർട്ടും വരെ ഓർഡർ ചെയ്ത് കഴിഞ്ഞു. ആന്റി, പുറകെ പോയി നിക്കടി. അല്ല, അമ്മ ഇപ്പൊ എവിടെയാ? ബോർഡറാണ്, സൂക്ഷിക്കണം. ശരി അമ്മേ. ഞാൻ നോക്കിക്കോളാം. അച്ഛൻ മുകളിലുണ്ട്, ഓൺലൈൻ മീറ്റിംഗില്. ഇപ്പൊ അതാണല്ലോ എല്ലാ മീറ്റിംഗും നെറ്റ് വഴി. ശരി അമ്മേ. ലാപ്പിംഗ് എടുക്ക, ഒരു മെയിൽ അയക്കാനാ. ഒരു മിനിറ്റ്. അമ്മ അവിടെ തകർത്ത് പൂജ ചെയ്യുക. ഇപ്പൊ ഏതോ തടാകത്തിനടുത്ത് പിതൃബലി തർപ്പണം ചെയ്യാൻ പോണത്രേ. ഒരു മുത്തശ്ശനും അതിനൊത്തൊരു അമ്മയും. കല്യാണി, ഇന്നെന്താ സ്പെഷ്യല്? അനിയൻകുഞ്ഞിന് എന്താ വേണ്ടേ പറഞ്ഞാൽ അതുണ്ടാക്കി തരാം. ചിക്കൻ ഐറ്റം മതി. അതെ, എന്താ പറയാ? കല്യാണി, വായിക്ക് രുചിയായിട്ട് ആഹാരം കഴിച്ചിട്ട് 3-4 ദിവസമായി, അറിയോ? എനിക്ക് കുറച്ച് പെപ്പർ ചിക്കൻ ഉണ്ടാക്കി താ പ്ലീസ്. അനിയൻകുഞ്ഞെ, പെപ്പർ ചിക്കൻ മതിയോ? അയ്യോ, ഇത് കൊള്ളാലോ കല്യാണി. എന്റെ മനസ്സ് വായിച്ചതുപോലെ. ഞാനിതിപ്പോ പെപ്പർ ചിക്കൻ എന്ന് പറയാൻ നാവെടുത്തേ ഉള്ളൂ. അവളുടെ ഒരു പെപ്പർ ചിക്കൻ. ആന്റി, എനിക്കും വേണം പെപ്പർ ചിക്കൻ. സത്യത്തില് ഞാൻ അതൊന്നല്ല വിചാരിച്ച. പറയല്ലേ. ഡേ നിക്കടി അവിടെ. അവിടുത്തെ ശൃംഗാരം കഴിഞ്ഞെങ്കിൽ ശിവരാമേട്ടൻ ഒരു ചായ കൊണ്ട് കൊടുക്ക്. ജയന്തിക്കും വേണം പെപ്പർ ചിക്കൻ. നന്നായി ആന്റി, അവൾക്കത് കിട്ടണമായിരുന്നു.
ചെയ്തു നോക്ക്. അല്ല ബ്രോ, സുബ്ബോണനെ കാണാനില്ലല്ലോ. അത് ശരിയാണല്ലോ. നീ ഒന്ന് വിളിക്കാവനെ. വിളിച്ചോക്കാം. സുബ്ബോണ്ണ, എവിടെയാണ് നിങ്ങളെ കാണാനേ ഇല്ലല്ലോ. മനസ്സിലായി മനസ്സിലായി. ആ, ഇവിടെ ഉണ്ട്. ഞാൻ ബ്രോയ്ക്ക് കൊടുക്കാം. ഇങ്ങോട്ട് വാ. ഹലോ. ആ സുബ്രു. ആ ശരി ശരി. ആഹാ. കല്യാണി, ആർക്കാ 2 കപ്പ്? മഹേശ്വരി മാഡത്തിനും പിന്നെ ശിവരാമൻ സാറിനോ? മാഡം, ചായ. അതാർക്കാ കല്യാണി? ഇത് ശിവരാമൻ സാറിനാ. അല്ലെങ്കിൽ വേണ്ട, മെസ്സേജ് അയക്കാം. ഫോൺ വിളിച്ച അടുത്ത് നിൽക്കുന്നവർ ശ്രദ്ധിക്കും. അതാപത്ത്. കല്യാണി ഈസ് കമ്മിങ് ഡൗൺ. സെൻഡായി. ഓ, കണ്ടു. മതി ഇങ്ങനെ കത്തി വെച്ചത്. അവള് ചായ കൊടുത്തിട്ട് ഇറങ്ങിയ നോക്കാം. വരുന്നുണ്ട് വരുന്നുണ്ട്. സാധനം ഇപ്പൊ താഴെ വീഴും. കല്യാണി, പകൽ കിനാവും കണ്ട് പടി ഇറങ്ങുമ്പോഴേ ഇങ്ങനെയൊക്കെ സംഭവിക്കും. സൂക്ഷിക്കണ്ടേ കല്യാണി? ഞാൻ സൂക്ഷിച്ചു തന്നെയാ വന്നത്. സ്റ്റെപ്പില് ആരോ എണ്ണ ഒഴിച്ചിരുന്നു. എണ്ണയോ? ആരൊഴിക്കാൻ? കുറെ കാലമായല്ലോ നീയും നിന്റെ ഈ ആന്റിയും കൂടി കല്യാണിയെ ഉപദ്രവിക്കാൻ തുടങ്ങിയിട്ട്. എന്താ ഇത്രയും നാളായിട്ട് നിർത്താറായില്ലേ? ബോറടിക്കില്ലേ നിങ്ങക്ക്? നന്ദിനി, ഞാൻ ഇന്നത്തോടെ നിർത്തിക്കോണം.
കല്യാണി? കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഏയ് ഇല്ല, ഞാനിത് ക്ലീൻ ചെയ്തോളാം. കഷ്ടം. ബ്രോ ബ്രോ ഉം? ഇന്നേ എന്താന്നറിയില്ല, ഉള്ളിലൊരു പ്രത്യേക സന്തോഷം പോലെ. ബ്രോ ചിരിക്കാൻ പറഞ്ഞതല്ല, സത്യാണ്. ഉം. എന്താന്ന് ചോദിക്ക്. ആ, എന്ത് ചോദിക്കാൻ? നിന്റെ സന്തോഷം കാണുന്നതല്ലടാ എന്റെ സന്തോഷം. ആണല്ലോ. അപ്പൊ എന്റെ സന്തോഷത്തിന്റെ കാരണം അറിയണ്ടേ എന്റെ ബ്രോയ്ക്ക്? ചോദിക്കു ബ്രോ. ഇവനെ കൊണ്ട് വയ്യ. ശരി, ചോദിച്ചിരിക്കുന്നു. എന്താണാവോ താങ്കളുടെ സന്തോഷത്തിന് കാരണം? അങ്ങനെ ചോദിക്കും ബ്രോ. ഇന്ന് കല്യാണിയോട് നന്ദന പെരുമാറിയത് കണ്ടില്ലേ? അവള് കല്യാണിന്റെ ഏട്ടത്തിയായിട്ട് അംഗീകരിച്ചെന്ന് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ കല്യാണി വീഴാൻ പോയപ്പോ അവള് പിടിക്കായിരുന്നു. അതും ശരിയാ, ഞാനത് ശ്രദ്ധിച്ചു. ആ മാത്രമല്ല, കല്യാണി വീഴാൻ കാരണക്കാരിയായ ജയന്തി അടിക്കുകയും ചെയ്തു. അതെ അതെ, കല്യാണിയോട് ഇഷ്ടമില്ലായിരുന്നെങ്കിലേ നന്ദൻ അങ്ങനെ ചെയ്യില്ലായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ നന്ദന പാവമാണെന്ന്. നീ അവളെ മനസ്സിലാക്കാൻ ശ്രമിക്കാത്തതാ നിന്റെ കുഴപ്പം. അത് ശരി, ഇപ്പൊ അങ്ങനെയായോ? അരവിന്ദേ, ഇനിയെങ്കിലും നീ ആ പാവം പെണ്ണിനോട് അല്പം സ്നേഹം കാണിക്കുക. ആ നന്ദനെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അവള് വന്ന് കയറിയപ്പോ തന്നെ എന്തൊക്കെ അനാവശ്യങ്ങളാ നീ വിളിച്ചു പറഞ്ഞത്? ഇപ്പൊ കുറ്റക്കാരൻ മൊത്തം ഞാനായോ? ഇളയമ്മ പോലും സംസാരിക്കാത്ത ഭാഷയില് നീ അവളോട് സംസാരിച്ചത്. എന്നിട്ടും അവളത് കേട്ടോണ്ട് നിന്നതല്ലാതെ പെട്ടിയും പ്രമാണം എടുത്ത് ഇറങ്ങിപ്പോയില്ലല്ലോ. അതാണ് തറവാടിത്തം. കണ്ട് പഠിക്കടാ. ഓ മതി 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 മതി, സോറി, വെരി വെരി സോറി. സന്തോഷം തോന്നിയപ്പോ ഒന്ന് ഇവിടെ വന്ന് പറഞ്ഞിട്ട് പോവാൻ തോന്നി. അതെന്റെ തെറ്റായി പോകുന്ന എനിക്കിപ്പോ മനസ്സിലായി. തെറ്റും ശരിയൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം. ഞാൻ പോയിന്ന് കല്യാണിയെ കണ്ടിട്ട് വരാം. അവള് വീണതല്ലേ, എന്തെങ്കിലും പറ്റിയോന്നറിയണമല്ലോ. അതിന് കല്യാണി വീണോ? വീണില്ലല്ലോ. ആ കണ്ടോ കണ്ടോ, ഇപ്പൊ തന്നെ നിനക്ക് കൺഫ്യൂഷൻ ആയില്ലേ? അതാ, നീ ഇവിടെ ഇരിക്ക, ഞാനിപ്പോ വരാം. വീണോ ഇല്ലയോന്ന് അറിയണമല്ലോ. അതെ, ഒന്ന് വിളിച്ചു വെച്ചിട്ട് പോയ പോരെ? ഓടാ. മൂടുപോയി. ഏതായാലും ഡിസൈൻ അയക്ക്. ഞാൻ ആന്റിയെ കൂടി കാണിച്ചിട്ട് തിരികെ വിളിക്കാം. ഓക്കെ. റിസപ്ഷൻ എടുക്കാനുള്ള സാരിയുടെ ഡിസൈനറാ. ഇപ്പൊ ഫോട്ടോ വയ്ക്കും. ആന്റി കൂടി നോക്കി സെലക്ട് ചെയ്യാം. അതൊക്കെ കൊള്ളാം, നല്ലത് തന്നെ. പക്ഷേ ഇങ്ങനെ പോയ റിസപ്ഷനും കല്യാണവും ഒന്നും ഉടനെ നടക്കുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല.